എന്ന് പറയും. വർക്ക് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ആണ്. നമ്മൾ സോൾവ് ചെയ്ത് ഈ ഡയമെൻഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? F1A1t² എന്ന് കിട്ടി. ഇവിടുത്തെ ടൈം എന്താണ്? ഇവിടുത്തെ ടൈം t ആണ്. സോ ഈ ഇതിൽ ഒരു t ക്യാൻസൽ ആവും. സോൾവ് ചെയ്യുമ്പം F1A1t⁻1 എന്ന് കിട്ടും. അപ്പോൾ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ്, ആക്സിലറേഷൻ ആൻഡ് ടൈം എന്താണ്? F⁻1 A⁻1 t⁻1. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആക്സിലറേഷൻ ആണ് തന്നെ, അതിന് പകരം ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് തരാം? വെലോസിറ്റി തരാം. അല്ലെങ്കിൽ അതിന് പകരം ചിലപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റി തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് തന്നെ തന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഫോഴ്സ് തന്നിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് വർക്ക് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷനായി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. തന്നിട്ട് വേറെ എന്തെങ്കിലും ക്വാണ്ടിറ്റി അവർ കണ്ടുപിടിക്കാൻ പറയും. സോ അത് എങ്ങനെ വേണമെങ്കിലും അവർ ചോദിക്കും. മനസ്സിലായോ? നമുക്ക് നോക്കാം. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പല ക്വാണ്ടിറ്റീസ് എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.